പലസ്തീനിലെ ഖാൻ യൂനിസിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി UN ഹ്യൂമാനിറ്റേറിയൻ ഏജൻസിയുടെ റിപ്പോർട്ട്. ഇസ്രായേൽ സൈന്യം പ്രവേശനം നിഷേധിച്ചതിനാൽ രക്ഷാപ്രവർത്തനം നടത്താനാകുന്നില്ലെന്നും ഏജൻസി. ഇസ്രായേൽ ഗാസ യുദ്ധം രൂക്ഷമാകുന്നതിനിടെയാണ് UN ഹ്യൂമനിറ്റേറിയൻ ഏജൻസിയുടെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. 18 പേരുടെ ജീവൻ അപഹരിച്ച ഇസ്രായേലി വ്യോമാക്രമണത്തെ തുടർന്ന് ആളുകൾ ഭക്ഷണമോ വെള്ളമോ പുറത്തിറങ്ങാനുള്ള മാർഗമോ ഇല്ലാതെ ഒരാഴ്ചയായി ഖാൻ യൂനിസിൽ കുടുങ്ങിക്കിടക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. പട്ടിണിയും പകർച്ചവ്യാധികളും പടരുമെന്ന ഭയത്തിലാണ് അഭയാർത്ഥികൾ കഴിയുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഖാൻ യൂനിസിൽ നിന്ന് ഏകദേശം 1,80,000 പലസ്തീനുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ഹ്യൂമനിറ്റേറിയൻ ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ 3 മാസത്തോളമായി ഗാസയിലേക്കുള്ള സഹായങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ഇടപെടൽ മൂലം 56% കുറഞ്ഞുവെന്നാണ് UN ഹ്യൂമനിറ്റേറിയൻ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം വെടിനിർത്തൽ ചർച്ചയിൽ മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ നാളെ ഇറ്റലിയിലെ റോമിലെത്തി ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 39,175 പേർ കൊല്ലപ്പെടുകയും 90,403 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഔദ്യോഗിക കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.